mpvlogzന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സംഭവം. ഇത് ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവുമോ? ഇതെന്താണെങ്കിൽ നമ്മളിവിടുത്തുള്ള ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഇരിക്കുന്ന ലേഡീസ് വോട്ടേഴ്സ് ഇല്ലേ, ഇവിടെ ഉണ്ടാവില്ലേ, ഇതാണ് സംഭവം. കാരണം വെച്ചാൽ വണ്ടിക്ക് വരുന്ന സമയത്ത് ഉണ്ടാവില്ല അത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നെങ്കിൽ അവർ വെബ്സൈറ്റിൽ പോയി വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ആമസോണിലൊക്കെ ഉണ്ട് സംഭവം. ഞാൻ ആമസോണിലാണ് എടുത്തത്. പക്ഷേ നമ്മൾ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് എന്താണെങ്കിൽ ഇതാണ് ഇവരെ സൈറ്റിൽ പോയാൽ ഇത് കണ്ടില്ലേ, ബഡ്ഡി സ്റ്റെപ്പ്. ഇതിന് ഏകദേശം എത്ര വരുന്നുണ്ടെന്ന് അറിയാം, 2000 രൂപ വരുന്നുണ്ട്. പക്ഷേ നമ്മളിന്ന് വാങ്ങിയ ഈ സാധനം നമുക്ക് കിട്ടിയത് എത്രയ്ക്കാണെന്ന് വെച്ചാൽ 650 രൂപയ്ക്കാണ് കേട്ടോ. ഓക്കെ, അന്നപ്പം ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പം ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. സീറ്റ് കീറാതെ നോക്കാം. അടിപൊളി പാക്കിംഗ് ആണ്. ഒക്കെ സെലോ ടൈപ്പ് കൊണ്ട് ഇങ്ങനെ ഇതാക്കിയതാട്ടോ. സെലോ ടൈപ്പ് കൊണ്ട് വരിഞ്ഞ് അടിപൊളി പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ. ആമസോണിൻ്റെ പാക്കിങ് അടിപൊളി എന്തായാലും. സംഭവം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കമ്പനീൻ്റെ വരുന്നത് കാസ്റ്റ് അലൂമിനിയാണ്. ഇതാ, അയ്യോ, ഇത് സിൽവർ കളറാണല്ലോ. ഞാൻ ബ്ലാക്ക് ആണെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഒക്കെ കണക്കായിരിക്കും. കാരണം വെച്ചാൽ ഇതിറ്റാലിപ്പം 3 എണ്ണം വാങ്ങാം കേട്ടോ. ഇതിറ്റാൽ 650 അതും 1950 അടുത്താണ് ഇത് വരുന്നത്. 3 എണ്ണം വാങ്ങാം. നമ്മൾ മറ്റേത് 1 വാങ്ങുന്നില്ല. പക്ഷേ അത് കാസ്റ്റ് അലൂമിനിയാണ്, പക്ക വെയ്റ്റ്ലെസ് ആണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒക്കെ പിന്നെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും വലിയൊരു ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ എന്താ പറയുക, ഇത്രയും 650 രൂപയല്ലേ ഉള്ളൂ. 2000 രൂപയ്ക്ക് 650 രൂപേൻ്റെ സാധനമല്ലേ, ആ ക്വാളിറ്റിക്ക് നമുക്ക് മതി. ഓക്കെ, അപ്പം ഇതാണ് ഗൈസ് നമ്മളെ ബാക്കിലുള്ള. അതായത് ഇപ്പം ബാക്കിലെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ചരിഞ്ഞിരിക്കും. ഞാൻ അമ്മേനെ കൊണ്ട് പോകുന്ന സമയത്തേ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഫൂട്രസില്ലേ, ഇതാ ഈ കാണുന്ന ഫൂട്രസില്ലേ, ആ ഫൂട്രസിലായിരുന്നു കാല് വെക്കാറ്. അതായത് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ചരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കായിരുന്നു കാല് വെക്കാറ്. അത് കുറച്ച് ഭയങ്കര റിസ്ക് ആയിരുന്നു സംഭവം. കാരണം വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് കാല് തെറ്റി പോവുകയാണെങ്കിൽ നിലത്ത് വന്നടിക്കും. ഭയങ്കര ഡേഞ്ചർ. ഒരു പ്രാവശ്യം അങ്ങനെ വഴുതി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പേടിയായിരുന്നു എനിക്ക്. എന്തായാലും ഇതൊരാഴ്ച കഴിഞ്ഞു എൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാനത് മേടിച്ചിട്ട്. ഓക്കെ, ഇത് സിൽവർ കളറാണ്. കമ്പനിയുടെ ആ സംഭവം വരുന്നത് കറക്റ്റ് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. പക്ക വെയ്റ്റ്ലെസ് ആയിരിക്കും. അതായത് കാസ്റ്റ് അലൂമിനിയാണ്. അതിനെക്കൊണ്ടായിരിക്കും അത്ര പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ അത് സെൻട്രൽ സ്റ്റാൻഡിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റാൻഡിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. 1000 രൂപയോട് 999. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോഴത്തെ ഇത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, ഇതൊക്കെ ഫിനിഷിംഗ് ഒന്നും വെൽഡിങ് ഫിനിഷിംഗ് ഒന്നും വരുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഒന്നല്ല. ഇത് പക്ക ഡിസൈനൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും. അത് കണ്ടോ, കാസ്റ്റ് അലൂമിനിയമാണ്. അപ്പോൾ പക്ക വെയ്റ്റ്ലെസ് ആയിരിക്കും. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഭംഗിക്ക് പറഞ്ഞൊന്നുമില്ല. 650 റുപ്യേൻ്റെ ഭംഗിയുള്ളത്. 12 കണ്ടില്ലേ, ഇതാ ഇവിടെയൊക്കെ ഇനി റസ്റ്റ് പിടിക്കും. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പെയിൻറ്റ് പോയത്. ഓക്കെ, അത്ര ക്വാളിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതെനിക്ക് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതിന് കൊണ്ട് ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലാണല്ലോ ഉള്ളത്. ഓക്കെ, അത് ഞാൻ എന്തായാലും വർക്ക്ഷോപ്പ് പോയി ചെയ്യേണ്ടി വരും. ഇത് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവിടെ പോയി ചോദിച്ചു നോക്കട്ടെ. വർക്ക്ഷോപ്പിൽ അറിയുന്നൊരു വർക്ക്ഷോപ്പുകാരുണ്ട്. അപ്പോൾ അവനോട് പോയി ചോദിച്ചു നോക്കട്ടെ ഇത് ഫിറ്റ് ചെയ്ത് തരുമെന്നുള്ളത്. അതപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഗൈസ്, അന്നപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വന്നതാണ്. അപ്പം അവർ ഇത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ഇതിലാണ്. കാരണം ഇപ്പം വേറൊരു വണ്ടിയൊന്നും ഇല്ലാത്തതിന് കൊണ്ട്, ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതിന് കൊണ്ട് പോലെ ഫിറ്റ് ചെയ്ത് തരുവാണ്.
അത് രണ്ടും അലങ്കിയാണ്, നെക്കും ബോൾട്ടുമല്ല, അലങ്കിലാണ് വരുന്നത്. അങ്ങനെ ഉണ്ടാവും അല്ലേ? അത് വെക്കാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്തു. അപ്പം ബായ് ചോദിക്കണമെന്ന് വെച്ചാൽ മറ്റേ ഫുഡ് ട്രസ്റ്റ് വേണ്ടതെന്നാണ്. അപ്പോൾ അതും ആവശ്യമാണ്. കാരണം 2 കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുന്നവരെ അപ്പുറത്തും ഉണ്ടല്ലോ. ഓണോ ഇതിങ്ങോട്ടാക്കുക, മൊബൈലിൽ സെയിം പോകണം. അത് പാർക്കിംഗ് ഒഴിവാക്കുക, സ്റ്റാൻഡ് ഒഴിവാക്കി. അപ്പോൾ ഓക്കെ, പാർക്കിങ്ങിലാണ്. ബായി ഒന്ന് ഓടിക്കട്ടെന്ന് ചോദിച്ചാൽ കേട്ടോ. അപ്പം ബായി ഓടിക്കാൻ പോവുകയാണ്. ഫിറ്റ് ചെയ്തൊക്കെ മൂപ്പർക്കൊന്ന് ഓടിക്കണം എന്നുള്ളത് ഭയങ്കര ഉണ്ട്. മൂപ്പർ ഓടിച്ചു വന്നോട്ടെ. അങ്ങനെ ബായ് ഇതാ പതുക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബായ്? പൊളിയല്ലേ? എന്താ തോന്നിയേ? പവറല്ലേ? അല്ലേ? നല്ല പവറല്ല. അപ്പം ഗൈസ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്. ഇപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അടിപൊളിയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. അന്നിപ്പം ഇതാ കണ്ടോ, ഇതാണ് ഫിറ്റ് ചെയ്തതിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ്, നമ്മളെ ബൈക്കൊക്കെ ഉള്ള സമയത്ത് ഇവിടെ നിന്നാണ് ഞാൻ ഓയിൽ മാറ്റാറും ഇതൊക്കെ ചെയ്യാറ്. ഓക്കെ, അതപ്പം ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടോ. അപ്പം ഇതാണ് സംഭവം. കുഴപ്പമൊന്നുമില്ലല്ലേ? സിൽവർ കളറാണെങ്കിലും വലിയൊരു പോറൊന്നുമില്ല, കാണാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മളങ്ങനെ കയറി നിന്നിട്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന നേരം വലിയൊരു ഉറപ്പ് എനിക്കൊരു ഫീൽ ചെയ്യുന്നില്ല. താഴോട്ട് അങ്ങോട്ട് പോയി പോയാലേ, പക്ഷെ കാല് ജസ്റ്റ് ഒന്ന് വെക്കാമെന്നുള്ളൂ. പക്ഷെ അതിൻ്റെ മുകളിൽ വെയിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സീറ്റിലേക്ക് ഇരിക്കുന്ന നേരം കുറച്ചൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം കേട്ടോ. സ്റ്റാൻഡ് ഇതിപ്പം മടക്കി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. ശരിക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡിക്ക് ശരിക്കൊരു സേഫ്റ്റിയും കൂടിയാണ് കേട്ടോ. വണ്ടിയൊക്കെ ചരിഞ്ഞൊക്കെ പോയാലേ ഇതിനോ ഇതാക്കുന്നുള്ളൂ, ബോഡിയിലേക്ക് അങ്ങനെ വരുന്നില്ല. അതൊരു സേഫായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ കാര്യം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് അവൻ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ അല്ലേ? ഇതും ഇതും ഓക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഇത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായിട്ടോ. ഓക്കെ, അപ്പോൾ 650 റുപ്യേൻ്റെ മുതലാണ്. കമ്പനീൻ്റെ 2000 വരും. അപ്പം കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അതപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.